വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫിസിക്കൽ കോണ്ടാക്റ്റ് കഴിഞ്ഞതിൻ്റെ 7ാമത്തെ ദിവസം മുതൽ ഈ ഒരു ലക്ഷണം കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇംപ്ലാന്റേഷൻ നടന്നതിൻ്റെ ആകും കേട്ടോ ആ ഒരു ലക്ഷണം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും എങ്ങനെ നമുക്ക് ആ ഒരു കണ്ടീഷൻ ഉണ്ടെന്നും ഐഡൻറ്റിഫൈ ചെയ്യാമെന്നും അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ ഒരുപാട് പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. കാരണം PCODയും ഇറഗുലർ പീരിയഡ്സും ഒക്കെ ഉള്ളവരാണ് ഓൾമോസ്റ്റ് നമ്മുടെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും തന്നെ. അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ചെറുതായിട്ടൊരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഇത് പീരിയഡ്സിൻ്റെതാണോ ഇത് പ്രഗ്നൻസിയുടേതാണോ എന്നൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുകയും പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സസൈസുകളോ ഡോക്ടർ ഓൾറെഡി തന്ന മെഡിസിൻസ് വീണ്ടും എടുത്ത് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാകും. അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അവയർനെസ് എന്നോണമാണ് ഇതുപോലെ ഏർലി പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ചാനലിൽ ക്രിയേറ്റ് ചെയ്തിടുന്നത്. ഈ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബോഡിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള കെയർ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് നോക്കുക. യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണവും ഇല്ലെങ്കിലും ഇംപ്ലാന്റേഷൻ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ചെറുതായിട്ട് ബ്ലീഡിങ് വന്നിട്ടും ആ ബ്ലീഡിങ് പകുതിക്ക് വെച്ച് നിന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വീണ്ടും പോസിറ്റീവ് കിട്ടുന്നവരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലക്ഷണങ്ങൾ കാണുന്നില്ലെങ്കിലും കാണുന്നുണ്ടെങ്കിലും എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് എത്രത്തോളമാണ് എന്നുള്ള കാര്യം നോക്കിയിട്ട് നിങ്ങൾ ഉറപ്പായും കാർഡ് മേടിച്ച് തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെ സംസാരിക്കാൻ പോകുന്ന പ്രഗ്നൻസി ലക്ഷണമാണ് പെയിൻ ഡ്യൂറിങ് ഫിസിക്കൽ കോണ്ടാക്ട് അല്ലെങ്കിൽ പെയിൻ ഡ്യൂറിങ് ഇന്റർകോഴ്സ് എന്ന് പറയുന്നത്. കോണ്ടാക്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്ന അവസരങ്ങളിലും കോണ്ടാക്ട് ചെയ്യുന്ന കാര്യം ആലോചിക്കുന്ന അവസരങ്ങളിലും ഓർഗാസം ഡെവലപ്പ് ആകുന്ന സിറ്റുവേഷൻസിലും നമുക്ക് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഈ പെയിൻ എന്ന് പറയുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ പെയിൻ ഉണ്ടാകുന്നതെന്നും ഇതെങ്ങനെ നമുക്ക് ഈ ഒരു പെയിൻ ഉണ്ടാകുന്നു എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്നും നമുക്ക് നോക്കാം. ചിലപ്പോൾ ശക്തമായിട്ടുള്ള ഒരു പെയിൻ ആയിട്ടായിരിക്കില്ല നിങ്ങൾക്കിത് ഫീൽ ചെയ്യുന്നത്. മറ്റേതെങ്കിലും രീതിക്ക് ഒരു ഡിഫിക്കൽട്ടി ആയിട്ടായിരിക്കും ചിലപ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് യൂട്രസിൽ കണ്ടുവരുന്ന മൈൽഡ് ആയിട്ടുള്ള ഒരു ക്രാമ്പിംഗ് ആണ്. യൂട്രസിന്റെ ഭാഗത്തൊന്ന് പറയാനായിട്ട് സാധിക്കില്ല. അടിവയർ ഭാഗത്ത് നമുക്ക് ഉണ്ടാകുന്ന മൈൽഡ് ആയിട്ടുള്ള ഒരു ക്രാമ്പിംഗ് ആണ്. യൂട്രസ് എക്സ്പാൻഷൻ നടക്കുന്നത് കൊണ്ടാണ് ഡീപ്പായിട്ടുള്ള ഒരു പെയിൻ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് പലർക്കും തന്നെ അനുഭവപ്പെടുന്നത് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ യൂട്രസ് ഒട്ടും തന്നെ എക്സ്പാൻഡ് ആയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അതിന് ചുറ്റുമുള്ള മസിൽസ് ഒക്കെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരും ഒന്ന് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങും. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കംഫർട്ട് ഭയങ്കര കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇൻസേർട്ട് ചെയ്യുന്ന ഒരു സമയത്തൊക്കെ ആണെങ്കിലും ഭയങ്കര ഡിസ്കംഫർട്ട് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം കേട്ടോ. രണ്ടാമതായിട്ടുണ്ടാകുന്ന ഒരു ലക്ഷണമാണ് ബ്ലാഡറിൽ കൂടുതലും പ്രഷർ ഉണ്ടാകുന്നത്. ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷൻ നമുക്ക് ഉണ്ടാകുന്നത് കൊണ്ട് അടിക്കടിക്ക് ചിലർക്ക് 10-15 മിനിറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് യൂറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകാം. അത് മൂലം ബ്ലാഡർ ഓൾമോസ്റ്റ് ഫുൾ ആവുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് മൂലം ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം കേട്ടോ. അടുത്തൊരു കണ്ടീഷനാണ് നമ്മളിൽ ഉണ്ടാകുന്ന റൗണ്ട് ലിഗമെന്റ് പെയിൻ എന്ന് പറയുന്നത്. ലിഗമെന്റ്സ് ആണ് നമ്മുടെ യൂട്രസിനെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് അവിടെ താങ്ങി നിർത്തുന്നത്. യൂട്രസ് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഈ ലിഗമെന്റ്സ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആവാനായിട്ട് തുടങ്ങും. ഈ സഡൻ മൂവ്മെന്റ്സ്, സഡൻ ഒരു സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഭാഗത്ത് ഒരു സഡൻ ആയിട്ടുള്ള ഒരു പെയിൻ ട്രിഗർ ചെയ്യുന്നതിന് ഒരു ഷാർപ്പായിട്ടുള്ള പെയിൻ ആകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. ലോവർ അബ്ഡമൻ ഭാഗത്തും ഗ്രോയിൻ എന്ന് പറയുന്നൊരു പോർഷൻ ഉണ്ട്. ഈ ഒരു പോർഷനിൽ നമ്മുടെ ആ ഒരു കീഴ്പോട്ടേക്കുള്ള ഭാഗത്തിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലുള്ള ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഗ്രോയിൻ്റെ ഇമേജ് ഞാൻ പറ്റുമെങ്കിൽ കൊടുത്തേക്കാം. ഈ രണ്ട് ഭാഗത്തുമൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് നെർവ്സിലുണ്ടാകുന്ന ഒരു സെൻസിറ്റിവിറ്റിയാണ്. നമ്മുടെ പെൽവിക്കിൻ്റെ ടിഷ്യൂസിന് സ്വെല്ലിംഗ് അല്ലെങ്കിൽ നമ്മുടെ യൂട്രസ് ഗ്രോ ആവുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു വെയിറ്റ് കൊണ്ട് നിയർ ബൈ നെർവ്സിൻ്റെ ഭാഗത്തൊക്കെ ഒരു കംപ്രഷൻ പോലെ അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതുമൂലം കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിശക്തമായിട്ടുള്ള വെയിറ്റിനെയോ അല്ലെങ്കിൽ ചെറുതായിട്ടുള്ളൊരു ഡിസ്കംഫർട്ട് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി എങ്ങനെയൊക്കെയാണ് ഈ ഒരു പെയിൻ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് നോക്കാം. ഹെവി ആയിട്ടുള്ള പെയിൻ ചില ആളുകൾക്ക് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. അത്രയും ഹെവി ആയിട്ടുള്ള പെയിൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ പറയണം. കാര്യം പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ കോണ്ടാക്ട് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് പറയും. പക്ഷേ ഇത് ചെയ്യുന്ന സമയത്ത് അതിശക്തമായിട്ടുള്ള വേദന, പാർട്ട്ണറെ ഉന്തി മാറ്റാൻ പോകുന്ന തരത്തിലുള്ള ഡിസ്കംഫർട്ടും പെയിനും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടറോട് പറഞ്ഞിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് ബെറ്റർ ആയിരിക്കും കേട്ടോ. അങ്ങനെയും ചില ആളുകൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓർഗാസം നമ്മളിൽ ഉണ്ടാകുന്ന സമയത്ത്, അതായത് കോണ്ടാക്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പീക്കിൽ സ്ത്രീകൾ എത്തുന്ന ഒരു സമയത്ത് നമുക്ക് ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു ഡിസ്കംഫർട്ട് പോലെ ഉണ്ടാവുക. ഒരുപാട് ശക്തം എന്ന് പറയാനും പറ്റില്ല. പീരിയഡ്സിൻ്റെ ഫസ്റ്റ് ഡേ നമുക്കുണ്ടാവുന്ന ചെറുതായിട്ടുള്ളൊരു പെയിൻ ഇല്ല, ആ പെയിൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന മൈൽഡ് ആയിട്ടുള്ള മെൻസ്ട്രൽ ലൈക്ക് ക്രാംസ് ഇല്ലേ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഫീലിംഗ് പോലെ നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് ഓർഗാസം ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊരു ഹാപ്പിനെസ്സിൻ്റെ എക്സ്ട്രീം പീക്കിൽ നിൽക്കുന്ന സമയത്തായിരിക്കും കേട്ടോ ഫീൽ ചെയ്യുന്നത്.
മൂന്നാമതായിട്ടുണ്ടാകുന്നത് ചില ആളുകൾക്ക് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ബേണിംഗ് സെൻസേഷൻ പോലെ ഒരു പുകച്ചിൽ അനുഭവപ്പെടുന്നത് പോലെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. മറ്റു ചില ആളുകൾക്ക് ഇറിറ്റേഷൻ പോലെയും ഉണ്ടാകാം. ബേണിംഗ് സെൻസേഷൻ ഒരു ഭാഗത്ത്, മറ്റു ചില ആളുകൾക്ക് എങ്ങനെയെങ്കിലും തീർന്നാൽ മതിയല്ലോ എന്നുള്ളൊരു രീതിക്ക് ഒരു ഇറിറ്റേഷൻ പോലെയൊക്കെ ഫീൽ ചെയ്യാനായിട്ടും ചാൻസ് ഉണ്ട്. പൊതുവെ ഡ്രൈനെസ് ഉണ്ടാകുന്ന സമയത്താണ് ഈ ബേണിംഗ് സെൻസേഷനും ഇറിറ്റേഷനും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിൽ ചില ആളുകൾക്ക് ഹോർമോൺ ഹൈക്ക് ഒരുപാട് അങ്ങോട്ട് ഉണ്ടാകാത്തത് കൊണ്ടും, ഹോർമോൺ ഹൈക്ക് ഉണ്ടെങ്കിൽ തന്നെയും പ്രൊജസ്ട്രോണിൻ്റെ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ചില സിറ്റുവേഷനുകളിൽ ചില ആളുകൾക്ക് ഡ്രൈനെസ് ഫീൽ ചെയ്യാറുണ്ട്. ഈ ഡ്രൈനെസ് മൂലം കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൂബ്രിക്കേഷൻസ് ഉണ്ടാവില്ല. ഒരു സെർവിക്കൽ മ്യൂക്കസ് പോലെയുള്ള ഡിസ്ചാർജ് ടൈപ്പുകളൊന്നും നമുക്ക് ആ ഒരു സമയത്ത് ഉണ്ടാകാത്തത് കൊണ്ട് ഈ ബേണിംഗ് സെൻസേഷനും ഇറിറ്റേഷനും നിങ്ങൾക്ക് ഉണ്ടാകാം കേട്ടോ. ചില ആളുകൾക്ക് അവിടെ ഭയങ്കര ടൈറ്റ് ആയിരിക്കും. എത്രയൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലും കയറാത്ത രീതിക്കുള്ള ഒരു ഡിസ്കംഫർട്ടും ആ ഒരു സമയത്ത് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഈ ഇറിറ്റേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്ന സമയത്ത് കുറേയും കൂടി നമ്മൾ ഇങ്ങനെ എഫേർട്ട് ഇട്ട് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ബോഡി ആ ഒരു സമയത്ത് ആ ഒരു കോണ്ടാക്ട് ആഗ്രഹിക്കുന്നില്ല, സപ്പോർട്ട് ചെയ്യാത്ത സിറ്റുവേഷൻ ആണത്. ആ സിറ്റുവേഷൻ നിങ്ങൾ അതിനനുസരിച്ചിട്ട് തന്നെ ടാക്കിൾ ചെയ്യാനായിട്ട് നോക്കുക. കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒരുപാട് എഫേർട്ട് ഇടാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അടുത്തൊരു കണ്ടീഷനാണ് ഷാർപ്പായിട്ടുള്ളൊരു പെയിൻ വരിക. ചില ആളുകൾക്ക് ഇത് വജൈനൽ ഭാഗത്തായിരിക്കും ഫീൽ ചെയ്യുന്നത്, ചില ആളുകൾക്ക് ഇത് ക്ലിറ്റോസിസ് ഭാഗത്തും ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ മറ്റു ചില ആളുകൾക്ക് ചിലപ്പോൾ ഒരു ലീഫ് പോലെ ഇരിക്കുന്ന ഒരു പോർഷൻ ഇല്ലേ, ആ ഒരു പോർഷൻ്റെ ഭാഗത്തും ഈ ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. മറ്റു ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഡിസ്കംഫേർട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ജെൻറ്റിലായിട്ടൊരു ടച്ച് വന്നാലും, അത് വജൈനൽ പോർഷനിലാണെങ്കിലും ബാക്കിയുള്ള പോർഷനിലാണെങ്കിലും സ്റ്റിമുലേറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഫോർപ്ലേ ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ജെൻറ്റിൽ ടച്ച് പോലും ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് നമുക്ക് ഫീൽ ചെയ്യും. കൂടുതലും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. രക്തയോട്ടം നന്നായിട്ട് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു ജെൻറ്റിലായിട്ടുള്ളൊരു ടച്ചും ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഭയങ്കര പെയിൻഫുൾ ആകാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം അവിടെ വെയിൻസ് ഒക്കെ ഒന്ന് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുന്നത് കൊണ്ടാണ്. അതുമായിട്ട് ബോഡി പൊരുത്തപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അടുത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ബ്ലാഡറിലുണ്ടാകുന്ന ഡിസ്കംഫേർട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യുക. എപ്പോഴും ബ്ലാഡർ ഇങ്ങനെ ഹെവി ആയിട്ടിരിക്കുന്നത് മൂലവും നിങ്ങൾക്ക് ഇതുപോലെ സംഭവിക്കാറുണ്ട്. അപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം കോണ്ടാക്ട് ചെയ്യുമ്പോൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും അൺയൂഷ്വൽ ആയിട്ട് ഇതുപോലുള്ള സിംറ്റംസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ബോഡിക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കെയർ കൊടുക്കുന്നത് നല്ലതാണ്. പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാലും ഇങ്ങനെയൊക്കെ സെക്സിനോട് ഇൻട്രസ്റ്റ് കുറയുകയും ഇതുപോലുള്ള ഡിസ്കംഫേർട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനെ ഓവർകം ചെയ്തിട്ട് നിങ്ങളുടെ ബോഡി വില്ലിംഗ് ആണെങ്കിൽ മാത്രം കോണ്ടാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. സാധാരണ ചില ആളുകൾക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ്സൊക്കെ നല്ല രീതിയിൽ റിലാക്സ് ആയിട്ട് മൂഡൊക്കെ ഫ്രഷ് ആയിട്ട് വരുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചെയ്യുന്ന സമയത്ത് ഡിസ്കംഫേർട്ട് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നോർമലി പ്രഗ്നൻസിയുടെ ആദ്യത്തെ 3 മാസങ്ങളിൽ കോണ്ടാക്ട് വേണ്ട എന്നാണ് പൊതുവേ ഡോക്ടേഴ്സ് പറയാറ്. നിങ്ങളോട് അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പ്രശ്നമില്ല. പക്ഷേ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോണ്ടാക്ട് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ നേരിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ദെൻ സെക്കൻഡ് ട്രൈമസ്റ്റർ മുതൽ വേറെ ബെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അത് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. ലാസ്റ്റ് ട്രൈമസ്റ്റർ വരെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത്തരത്തിലുള്ള മൈന്യൂട്ടായിട്ടുള്ള മാറ്റങ്ങൾ ബോഡിയിൽ വരുന്നുണ്ടെങ്കിൽ എന്തായാലും സ്പെഷ്യൽ ആയിട്ടുള്ള കെയർ നിങ്ങൾ ബോഡിക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ Day 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.